നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് വിശ്വസിക്കുന്നത്. പുള്ളി കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പുള്ളി കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താണല്ലോ. അപ്പൊ അതേപോലെ ഈ പ്രാവശ്യം നല്ലതൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പിൻഗാമിയല്ലേ. യങ്സ്റ്റേഴ്സിൻ്റെ പൾസിൽ കയറി പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ബെസ്റ്റ് ഡ്രൈവേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നന്നായിട്ട് കയ്യിലെടുത്ത് നന്നായിട്ട് ആ ഒരു ലെവലിൽ കൊണ്ടുപോകാം. ഒട്ടേറെ വിവാദങ്ങൾക്ക് ശേഷം ഗതാഗത വകുപ്പിൽ നിന്നും മന്ത്രി ആന്റണി രാജു പടിയിറങ്ങിയപ്പോൾ ആ സ്ഥാനത്തേക്ക് കയറിയത് KB ഗണേഷ് കുമാറാണ്. ആന്റണി രാജുവിനേക്കാൾ മികച്ച മന്ത്രിയായിരിക്കുമോ KB ഗണേഷ് കുമാർ? വരൂ, ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചറിയാം. ഗതാഗതത്തിൽ ആന്റണി രാജുവിനേക്കാൾ നല്ലൊരു മന്ത്രിയായിരിക്കുമോ ഗണേഷ് കുമാർ? ആയിരിക്കും. അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നിയമങ്ങളും കാര്യങ്ങളും വന്നേക്കുന്നത്. ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം പുള്ളി നേരത്തെ മിനിസ്റ്ററായിട്ട് വന്ന സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു വ്യക്തിയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പുള്ളിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൂടിയും രാഷ്ട്രീയതയ്ക്ക് അതീതമായിട്ടാണ് പുള്ളി പ്രവർത്തിക്കാതെ. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടും നല്ലതിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും പുള്ളി അത് പ്രൂവ് ചെയ്തതല്ലേ നേരത്തെ തന്നെ. പുള്ളി നല്ലൊരു ഗതാഗത മന്ത്രിയാണ്, നന്നായിട്ട് പ്രൂവ് ചെയ്ത ആളാണ്. നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് വിശ്വസിക്കുന്നത്. ഗതാഗത വകുപ്പില് ആന്റണി രാജുവിനേക്കാൾ നല്ലൊരു മന്ത്രിയായിരിക്കോ ഗണേഷ് കുമാർ? തീർച്ചയായും ആയിരിക്കും. എനിക്കറിയില്ല, പേഴ്സണലി ഞാൻ അദ്ദേഹത്തിനടുത്ത് റെസ്പെക്ട് ഉള്ള ആളാണ്. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളും നല്ലതായതുകൊണ്ട് എനിക്കിഷ്ടമുണ്ട്. മറ്റുള്ളവരുടെ എനിക്കറിയില്ല. പേഴ്സണലായിട്ട് എനിക്ക് ഗണേഷ് കുമാറിൻ്റെ അടുത്ത് ഒരു ഇതുണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോ ഇപ്പോഴത്തെ പലർക്കും മറ്റേ ലീവേഴ്സ് എടുക്കാനൊന്നും അറിയില്ലല്ലോ. പക്ഷെ ആളിപ്പോ വന്നപ്പോ ഒന്നുകൂടെ അടിപൊളി ആയിട്ടുണ്ട്. കാരണം ഇപ്പൊ എന്താ 30 ക്വസ്റ്റ്യൻസിൽ 25 ക്വസ്റ്റ്യൻസ് റെഡി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അത് നല്ലൊരു കാര്യമാണ്. കാരണം പെട്ടെന്ന് അതും കാണിച്ചിട്ട് പഠിക്കാനായിട്ട് നല്ലതല്ലേ ഒന്നുകൂടെ അറിഞ്ഞിട്ട് ചെയ്യണത്. അതാലോചിക്കുമ്പോ നല്ലതാണ്. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പുള്ളി മന്ത്രിയായതിനു ശേഷം 1-2 സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ കണ്ടായിരുന്നു, നമ്മൾ TV കണ്ടല്ലോ. അതിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഇലക്ട്രിക്കൽ ബസ് വേണ്ട എന്നുള്ള തീരുമാനമാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ അതിന് എതിരായിട്ട് ഇപ്പോൾ കുറച്ച് ഇത് വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കലാണ് നല്ലത്, ആ പൈസക്ക് നമ്മൾ ആദ്യം ഇലക്ട്രിക്കൽ ബസ് വാങ്ങുന്ന പൈസക്ക് ഡീസൽ ബസ് വാങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ഇതാണ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ഇത് നോക്കിയിട്ട് നമുക്ക് പറയാം ഇത് എന്തായിരിക്കും പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് ഇലക്ട്രിക്കൽ ബസ് ആണോ നല്ലത് അല്ലെങ്കിൽ ഡീസൽ ബസ് ആയിരിക്കും നല്ലതെന്നുള്ളതിന്റെ കണക്കുകൾ വെച്ച് നോക്കി നമുക്ക് പറയാം എങ്ങനെയുണ്ട് പുള്ളിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ. കാരണം നമ്മളിപ്പോ കണക്കുകൾ കംപ്ലീറ്റ് അറിയാൻ പോലെ എങ്ങനെയാണെന്നുള്ളത് അത് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി. എന്നാലും പുള്ളി കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പുള്ളി കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താണല്ലോ. അന്ന് വന്നപ്പോഴത്തേക്കും പുള്ളി കുറെ നല്ല കാര്യങ്ങളൊക്കെ KSRTC ചെയ്തതാണ്. അപ്പൊ അതേപോലെ ഈ പ്രാവശ്യം നല്ലതൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലതൊക്കെ തന്നെയാണ്. പിന്നെ അയാൾക്ക് പിന്നെ ജനങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കാനൊക്കെ അറിയാം നന്നായിട്ട്. അതുകൊണ്ട് അയാൾ കറക്റ്റ് യങ്സ്റ്റേഴ്സിൻ്റെ പൾസിൽ കയറി പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ബെസ്റ്റ് ഡ്രൈവേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നന്നായിട്ട് കയ്യിലെടുത്ത് നന്നായിട്ട് ആ ഒരു ലെവലിൽ കൊണ്ടുപോകാം. പക്ഷേ നല്ലതാണ്. കയ്യിലെടുക്കുന്ന മാത്രമേ ഉള്ളൂ, ആളൊന്നും ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ കയറിയതുള്ളൂ, പയ്യെ ചെയ്തായിരിക്കും, ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പിൻഗാമിയല്ലേ. അഴിമതി കേസിൽ വിട്ട് പുള്ളി വന്നു. ഞാൻ തന്നെ ബസ് ഓടിച്ചത് തന്നെ യൂണിഫോം ഇടാതെ നിയമലംഘനമാണ്. ഒരു മന്ത്രി പാലിച്ചില്ല, പിന്നെ ആരാ പാലിക്കേണ്ടത്? ഇത്രേ ഉള്ളൂ പറയാനുള്ളത്.